ആയിട്ട് ഞാനിപ്പോൾ 2 കുഞ്ഞ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. നല്ലവണ്ണം കഴുകിയിട്ട് ഇതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇതേപോലത്തെ എടുത്തിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് വരാം. ഗ്രേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു മിനിറ്റ് അങ്ങനെ തന്നെ വെച്ച് കൊടുക്കണം. എന്നിട്ട് 3-4 വെള്ളത്തിൽ ഇത് നല്ലവണ്ണം ഒന്ന് കഴുകിയിട്ട് അരിപ്പയിലിട്ട് കൊടുക്കണം. ഇതിൻ്റെ സ്റ്റാർച്ചൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു മിനിറ്റ് അങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് 3-4 വെള്ളത്തിൽ കഴുകിയിട്ട് അടുപ്പിലിട്ട് മാറ്റാം. അപ്പോൾ ഞാൻ കഴുകി ഡ്രൈ ആക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ളത് ഒരു ചെറിയ സവാള ഇതേപോലെ നീളത്തിൽ അരിഞ്ഞതെടുക്കുക. ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ട് എടുക്കുമ്പോഴാണ് അതിനൊരു ഭംഗി കിട്ടുക. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മുറിച്ചിട്ടുള്ളത്. നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇത് നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ളത് എരിവിനായിട്ട് ഇപ്പോൾ ഞാൻ ചതച്ച മുളക് 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകും ചേർക്കാം. ഞാനിപ്പോൾ ചതച്ച മുളക് ചേർത്തുന്നേ ഉള്ളൂ. ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഇതിലോട്ട് 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് നല്ലവണ്ണം ഇതൊന്ന് മിക്സാക്കി എടുക്കണം. മിക്സാക്കിയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഈ സവാളയിൽ നിന്നും ഉരുളക്കിഴങ്ങൊക്കെ വെള്ളം വരുന്നുണ്ടെങ്കിൽ അതൊന്ന് പിഴിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. ഒട്ടും തന്നെ ഇതിൽ വെള്ളം ഉണ്ടാകാൻ പാടില്ല. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു 3/4 കപ്പ് ഗോതമ്പിൻ്റെ പൊടി എടുക്കുക. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും കൂടിയിട്ട് വെള്ളവും കൂടിയിട്ട് നല്ല ചപ്പാത്തിൻ്റെ ഡോ ആക്കിയിട്ട് മാറ്റാം. കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ 4 ഡോ ആക്കിയിട്ട് മാറ്റണം. നല്ല സോഫ്റ്റിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഒരു തുള്ളി എണ്ണ ഒഴിച്ചാൽ മാത്രം മതി ഇത് കുഴച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് 4 ഉരുളകളാക്കിയിട്ട് മാറ്റാം. എണ്ണ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഓരോന്നും ഓരോ ചപ്പാത്തിയായിട്ട് പരത്തിയെടുക്കാം. കുറച്ച് അല്പം പൊടി തൂകിയിട്ട് നല്ലവണ്ണം ഒന്ന് പരത്തിയെടുക്കാം. കനം കുറച്ചിട്ട് പരത്തിയെടുക്കാം. അങ്ങനെ ഇപ്പോൾ 4 എണ്ണം ഞാൻ ഇതേപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരെണ്ണം ആദ്യം എടുക്കാം. എന്നിട്ട് ഇനി നമുക്ക് ഇതിന് മുകളിലോട്ടായിട്ട് ഞാനിപ്പോൾ ഷേസ്വാൻ സോസാണ് തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് സോസാണ് ഉള്ളത്, ഒന്നുമില്ലെങ്കിൽ കെച്ചപ്പ് തേച്ച് കൊടുത്താലും മതി. ഇതുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചോളൂ കേട്ടോ. ഇതിനത്ര വിലയൊന്നും ഇല്ല. അപ്പോൾ ഇതുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഇത് തേച്ച് കൊടുക്കുക. ഇത് നല്ല എരിവുണ്ട്. എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും നല്ലൊരു സോസും കൂടിയാണ്. എല്ലായിടത്തും ഇതൊന്ന് തേച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് സവാളിൻ്റെ കൂട്ടുണ്ടല്ലോ, അത് വെച്ച് കൊടുക്കാം. എന്നിട്ട് എല്ലായിടത്തും ഇതേപോലെ ചുറ്റിലൊന്നാക്കി കൊടുക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ ചപ്പാത്തി ഉണ്ടല്ലോ, അത് ഇതിന് മുകളിലോട്ടായിട്ട് വെച്ച് കൊടുക്കാം. ഒരേപോലെ വേണം വെച്ച് കൊടുക്കാനായിട്ട്. വീണ്ടും നമുക്ക് ഇതേ സോസ് തന്നെ എടുക്കാം. വീണ്ടും ഇതേപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും അതേ ഫില്ലിങ് തന്നെ വെച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. എത്രത്തോളം നമുക്ക് ആവശ്യമുണ്ട് അത്രത്തോളം വെച്ച് കൊടുത്താൽ മതി. എല്ലായിടത്തും ഒന്ന് ഇതേപോലെ ഇതാക്കാം. ഇനി മൂന്നാമത്തെ ചപ്പാത്തിയും കൂടി വെച്ച് കൊടുക്കാം. ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ചിക്കനോ മുട്ടയോ ഒന്നും ആവശ്യമില്ല. ഒരു ഉരുളക്കിഴങ്ങ് ഒരു സവാള ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സമോസയാണ് ഞാൻ റെഡിയാക്കുന്നത്. വീണ്ടും ഇതേപോലെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 3 ലെയറും ഇതേപോലെ ആക്കിയെടുക്കുക. മൂന്നാമത്തെ ചപ്പാത്തിയും കൂടി ഇതിന് മുകളിലോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് സൈഡൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിപ്പോൾ ഒരു പാനിലോട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് ഇതേപോലെ തട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഇറക്കി വെച്ചിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കണം. എന്നിട്ട് ഒരു 6 സെക്കൻഡ് വരെ നമുക്കിതിലൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഞാനിത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് നേരത്തെ 6 സെക്കൻഡ് എന്നാണ്. 6 സെക്കൻഡ് അല്ല കേട്ടോ, 6 മിനിറ്റാണ്, തെറ്റിപ്പോയതാണ്. അങ്ങനെ നമുക്കിതൊന്ന് ചൂടായി കിട്ടണം. ഇനി നമുക്കിതിനൊന്ന് കഷ്ണങ്ങളാക്കി മാറ്റാം. ഇതേപോലെ ഒരു പിസ്സ കട്ടർ ഉണ്ടെങ്കിൽ കത്തി വെച്ചിട്ട് നമുക്കിതിനൊന്ന് മുറിച്ചെടുക്കാവുന്നതാണ്. ഞാൻ ഇപ്പോൾ കഷ്ണങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇങ്ങനെ തന്നെ കഴിക്കാം. അല്ലാതെ നമുക്ക് കുറച്ച് ഒരു ബൗളെടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 സ്പൂൺ മൈദപ്പൊടിയും കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതിനൊന്നൊരു പേസ്റ്റ് രൂപത്തിലാക്കി മാറ്റാം. നല്ല കട്ടിയുള്ള ഒരു പേസ്റ്റാക്കി മാറ്റാം കേട്ടോ. അധികം വെള്ളമായി പോകരുത്. കട്ടകളൊന്നും ഇല്ലാതെ നല്ലവണ്ണം ഒന്ന് കലക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഈ കളറിന് വേണ്ടിയിട്ട്. അങ്ങനെ കലക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ കട്ട് ചെയ്തിട്ടുള്ള ഓരോ പീസും ഇതിലോട്ട് ഒന്ന് മുക്കിയെടുക്കാം. ഫില്ലിങ് പുറത്ത് പോകാതെ വേണം മുക്കിയെടുക്കാനായിട്ട്. ഇനി നമുക്ക് അല്പം എണ്ണ ചൂടാക്കിയിട്ട് ഇതിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ എല്ലാ കഷ്ണങ്ങളും ഇതേപോലെ ഒന്ന് ഗോൾഡൻ കളർ വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. തിരിച്ച് മറിച്ചിട്ടിട്ട് ഒരു സൈഡ് ആകുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ഒരു വെറൈറ്റി സമൂസയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.
പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതേപോലത്തെ ഈസി റെസിപ്പികൾ എൻ്റെ ചാനലിൽ ഒരുപാടുണ്ട്. അതൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാനും മറക്കരുത്. കാരണം എല്ലാം ഞാൻ ഇപ്പോൾ ഫ്രൈ ചെയ്തിട്ട് കാണിച്ചു തരാം. അങ്ങനെ എല്ലാം ഇപ്പോൾ ഞാൻ ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. കടല നല്ല ക്രിസ്പിയാണ്, പുറത്ത് അകത്ത് നല്ല സോഫ്റ്റും. അപ്പോൾ തീർച്ചയായും ഈ റംളാന് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. അധികം ഓയിലൊന്നും ഇല്ലാത്ത നല്ല ഈസി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ ഇത് കാണും പോലെയല്ല, നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി തന്നെ അറിയണം. ഇത് സോസിൻ്റെ കൂടെയോ മയോണൈസിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ കഴിച്ചാലും നല്ല മാച്ചാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു.